എന്തും വിളിച്ചു പറയുന്ന മാധ്യമങ്ങളെ പഞ്ഞിക്കിടാൻ ഉറച്ചു തന്നെയാണ് മാത്യു കുഴൽനാടൻ MLA രംഗത്തിറങ്ങിയത്. ഇനിയും തേജോവധം നടത്തി ആരെയും ഉപദ്രവിക്കാൻ കച്ച കെട്ടരുത് എന്ന താക്കീത് കൂടിയാണ് മൂവാറ്റുപുഴ MLA നൽകുന്നത്. രാഷ്ട്രീയ നേരംപോക്കിന് തന്നെ വാർത്തയുടെ തലക്കെട്ടാക്കി മാറ്റി റിപ്പോർട്ടർ TVയോടാണ് കുഴൽനാടൻ യുദ്ധം പ്രഖ്യാപിച്ചത്. ചാനൽ പൂട്ടിക്കാതെ പിന്നോട്ടില്ലെന്ന പ്രഖ്യാപനം കൂടിയായിരിക്കുകയാണത്. പാതിവില തട്ടിപ്പ് കേസിൽ റിപ്പോർട്ടർ TV നൽകിയ വ്യാജ വാർത്തയിലാണ് കുഴൽനാടൻ ഇറങ്ങിയിരിക്കുന്നത്. പ്രതി അനന്തകൃഷ്ണനിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന രീതിയിൽ വ്യാജ വാർത്ത നൽകിയതിനാണ് MLA നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. താൻ പണം വാങ്ങിയെന്ന് അനന്തു മൊഴി നൽകിയിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരം ലഭിച്ചതായി ചാനലിനെ അറിയിച്ചിട്ടും വാർത്ത പിൻവലിക്കാൻ തയ്യാറായില്ലെന്നും മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്. നിരുപാധികം വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് വക്കീൽ നോട്ടീസിലെ ആവശ്യം. അല്ലാത്ത പക്ഷം നിയമ നടപടികൾ തുടർന്ന് സ്വീകരിക്കുമെന്നും നോട്ടീസിൽ മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുന്നു. മാന്യമായ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു ജനപ്രതിനിധി കൂടിയായ തനിക്ക് മാനനഷ്ടമുണ്ടാക്കുന്ന വാർത്തയാണ് റിപ്പോർട്ടർ ചാനൽ സംപ്രേഷണം ചെയ്തത് എന്ന് പറഞ്ഞ കുഴൽനാടൻ സത്യവിരുദ്ധമായ വാർത്ത നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ചാനൽ ശ്രമിച്ചതെന്നും വ്യക്തമാക്കുന്നുണ്ട്. റിപ്പോർട്ടർ ചാനലിൽ സംപ്രേഷണം ചെയ്ത വാർത്തയുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടുകൾ പൊതുജനമധ്യത്തിൽ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന വിധം ഇപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുവെന്നും കുഴൽനാടൻ പറയുന്നുണ്ട്. തനിക്ക് നേരെ തൊടുത്തുവിട്ട വ്യാജ ആരോപണങ്ങൾ മര്യാദയ്ക്ക് പിൻവലിച്ച് പൊതുജനമധ്യത്തിൽ മാപ്പ് പറയാൻ ചാനൽ തയ്യാറാകണമെന്നും കുഴൽനാടൻ വ്യക്തമാക്കുന്നു. അതിന് ചാനൽ തയ്യാറാകാത്ത പക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നോട്ടീസിൽ മാത്യു ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. MLAക്കെതിരെ വാർത്ത റിപ്പോർട്ടർ TV പുറത്തുവിട്ടതിന് പിന്നാലെ ആ വാർത്ത തള്ളി പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തകൃഷ്ണൻ തന്നെ രംഗത്തെത്തിയിരുന്നു. മൂവാറ്റുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന അനന്തകൃഷ്ണനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോഴാണ് മാത്യു കുഴൽനാടൻ ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല എന്ന് ഇയാൾ തന്നെ വിളിച്ചു പറഞ്ഞത്. മാത്യു കുഴൽനാടൻ ഇയാളിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന് തിങ്കളാഴ്ച റിപ്പോർട്ടർ ചാനൽ വാർത്ത നൽകിയത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് പ്രതി ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതോടെ പണി പാളിയെന്ന് മനസ്സിലായ റിപ്പോർട്ടർ TV കുഴൽനാടനെതിരെ പിന്നീട് ശബ്ദിച്ചിട്ടില്ല.